വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഈ ഓണം ആഘോഷമാക്കൂ ഹൈയോടൊപ്പം. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, വടപുറം, നിലമ്പൂർ, എളങ്കൂർ. അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫെസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. 5000 വിജയികളുമായി പിട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. ആതുര സേവന രംഗത്ത് 4 പതിറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യമുള്ള നിലമ്പൂരിന്റെ സ്വന്തം ഏലംകുളം ഹോസ്പിറ്റൽ, ജില്ലാ ഹോസ്പിറ്റൽ റോഡ്, നിലമ്പൂർ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മൊരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വാർത്തകൾ തുടങ്ങുകയാണ്. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതി. ജില്ലയിലെ പ്രവർത്തനങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ ആസൂത്രണ ഭവൻ കോൺഫറൻസ് ഹാളിൽ അവലോകനം ചെയ്തു. പുതുയുഗ കേരളത്തിനായി ആവിഷ്കരിച്ച 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. 50 വകുപ്പുകളിലായി 602 പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കുന്നുവെന്ന ആരോപണം. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷനും CPM ലോക്കൽ കമ്മിറ്റിയും സംയുക്തമായി നിലമ്പൂരിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. ഏരിയ സെന്റർ അംഗം കക്കാടൻ റഹീം ഉദ്ഘാടനം ചെയ്തു. മേലാറ്റൂർ, കുലുക്കല്ലൂർ ക്രോസിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തന സജ്ജമാകുന്നതോടെ നിലമ്പൂർ ഷൊർണൂർ റെയിൽ പാതയിൽ കൂടുതൽ പാസഞ്ചർ ട്രെയിനുകൾ സർവീസുകൾ ആരംഭിക്കുവാൻ സാധ്യത. നിലവിലെ സർവീസുകളിൽ സമയക്രമങ്ങൾ മാറ്റം വരുത്തിയാൽ കൂടുതൽ സൗകര്യപ്രദമാകുമെന്നും വിലയിരുത്തൽ. ഓണക്കാലത്തെ വരവേറ്റ് പൂക്കൃഷി. വണ്ടൂരിലാണ് കുടുംബശ്രീ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി ഒരുക്കുന്നത്. വിശദമായ വാർത്തകളിലേക്കാണ് പ്രേക്ഷകരെ. പുതുയുഗ കേരളത്തിനായുള്ള സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ജില്ലയുടെ പ്രവർത്തനങ്ങളുടെ അവലോകനം മലപ്പുറത്ത് നടന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീറിന്റെ നേതൃത്വത്തിലാണ് അവലോകന യോഗം ചേർന്നത്. സംസ്ഥാന സർക്കാർ പുതുയുഗ കേരളത്തിനായി ആവിഷ്കരിച്ച 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 50 വകുപ്പുകളിലായി 602 പദ്ധതികളാണ് ജില്ലയിൽ നടപ്പിലാക്കുന്നത്. തൊഴിൽ, വരുമാനം എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി 479 ഉപജീവനം പദ്ധതികളും പശ്ചാത്തല വികസനത്തിനായി 123 പദ്ധതികളുമാണ് നടപ്പിലാക്കുന്നത്. കൃഷി അനുബന്ധ മേഖലയിൽ 95 പദ്ധതികളും 187 ഘടകങ്ങളും, സഹകരണ മേഖലയിൽ 8 പദ്ധതികളും 16 ഘടകങ്ങളും, ജലവിഭവ ജലസേചന മേഖലയിൽ 23 പദ്ധതികളും 44 ഘടകങ്ങളും, ഊർജ്ജ മേഖലയിൽ 7 പദ്ധതികളും 15 ഘടകങ്ങളും, വ്യവസായ സംരംഭക മേഖലയിൽ 65 പദ്ധതികളും 167 ഘടകങ്ങളും, ഗതാഗതം പൊതുമേഖലയിലായി 82 പദ്ധതികളും 172 ഘടകങ്ങളും, ശാസ്ത്ര സാങ്കേതിക ഗവേഷണ മേഖലകളിലായി 12 പദ്ധതികളും പുരോഗമിക്കുന്നുണ്ട്. സാമൂഹിക സേവന മേഖലയിൽ 185, സാമ്പത്തിക സേവന മേഖലയിൽ 46, പൊതുസേവന മേഖലയിൽ 59, തദ്ദേശ സ്വയംഭരണ മേഖലയിൽ 20 പദ്ധതികളുമാണ് 100 ദിവസം കൊണ്ട് പൂർത്തിയാവുന്നത്. ജില്ലയിലെ 50ഓളം വകുപ്പുകളുടെ പുരോഗതി അവലോകനം ചെയ്തു. 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ 4600 ഭൂമി തരം മാറ്റ അപേക്ഷകൾ തീർപ്പാക്കുവാനാണ് ലക്ഷ്യമിട്ടിരുന്നത്.
ഇതിൽ 3700 അപേക്ഷകൾ ഇതിനകം തന്നെ തീർപ്പാക്കി. 2057 പട്ടയങ്ങൾ നൽകുവാനുള്ളതിൽ 1057 പട്ടയങ്ങൾ നൽകി. ബാക്കിയുള്ളവയിൽ ഹിയറിംഗ് നടക്കുന്നുണ്ട്. ഡിജിറ്റൽ സർവേ സംബന്ധിച്ച് 4700 പരാതികളിൽ 300 എണ്ണം തീർപ്പാക്കി. ഭൂമിയുടെ ന്യായവില സംബന്ധിച്ച് 250 പദ്ധതികളിൽ 59 എണ്ണവും തീർപ്പാക്കി. 100 ദിനത്തിന്റെ ഭാഗമായി 4 വില്ലേജുകൾ സ്മാർട്ട് വില്ലേജാക്കുവാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ 7 സ്മാർട്ട് വില്ലേജുകളുടെ നിർമ്മാണം പദ്ധതിയുടെ ഭാഗമായി ആരംഭിക്കും. 6 സ്മാർട്ട് വില്ലേജുകളുടെ ഉദ്ഘാടനം 100 ദിനത്തിന്റെ ഭാഗമായി നടത്തും. സ്കൂളുകളിലേക്ക് കമ്പ്യൂട്ടർ വാങ്ങുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനും MLAമാർ അനുവദിക്കുന്ന ഫണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് അവ വാങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ മന്ത്രി വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. വനത്തിനകത്ത് സ്വകാര്യ ഭൂമിയിൽ താമസിക്കുന്നവരുടെ പുനരധിവാസത്തിനായി നടപ്പിലാക്കിയ പദ്ധതിയിൽ സാമ്പത്തിക സഹായത്തിന്റെ 2-3 ഘടുക്കൾ ഉടൻ നൽകുന്നതിനുള്ള നടപടികൾ തീർക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. എടവണ്ണ ഹാച്ചറിയുടെ നിർമ്മാണത്തിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ നീക്കി പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് മൃഗസംരക്ഷണ വകുപ്പിന് നിർദ്ദേശം നൽകി. ജില്ലയുടെ സമഗ്ര വികസനത്തിന് ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് എല്ലാ വകുപ്പുകളും മുൻകൈയെടുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പ്രത്യേകിച്ച് കൃഷി, ടൂറിസം, പൊതുമരാമത്ത്, വിദ്യാഭ്യാസം, റവന്യൂ വകുപ്പുകളും തദ്ദേശ സ്ഥാപനങ്ങളും കാലാനുസൃതവും നൂതനവുമായ പദ്ധതികൾ സമർപ്പിച്ച് ഭരണ സാങ്കേതിക അനുമതികൾ നേടി നടപ്പാക്കണം. താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ ഫയലിൽ കുറിക്കുന്നത് അതുപോലെ വിശ്വസിക്കുന്നതിന് പകരം ഫീൽഡിൽ സന്ദർശനം നടത്തി യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം തുടർ നടപടി സ്വീകരിക്കാൻ. 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി റവന്യൂ വകുപ്പിന് നിശ്ചയിച്ച പദ്ധതികളിൽ 70% പൂർത്തിയാക്കിയതിന് റവന്യൂ വകുപ്പിനെ മന്ത്രി അഭിനന്ദിച്ചു. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ജില്ലാ ആസ്ഥാനത്ത് വിപുലമായ ഓണാഘോഷ പരിപാടികൾ നടത്തുവാനും മന്ത്രി നിർദ്ദേശം നൽകി. ജില്ലാ കലക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, ADM സാദിഖ് PO, തിരൂർ സബ് കലക്ടർ ദിലീപ് K. കൈനകരി, പെരിന്തൽമണ്ണ സബ് കലക്ടർ സാക്ഷി മോഹൻ, വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച MDMAയുമായി തിരുവാലി സ്വദേശിയെ എറണാകുളത്തു നിന്നും പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി. തിരുവാലി കോട്ടോല സ്വദേശി കുപ്പനത്തെ സിറാജുദ്ദീൻ എന്ന 31കാരനെയാണ് മരട് SI ജിമ്മി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച 25 ഗ്രാം MDMAയും സിറാജിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തു. കഴിഞ്ഞ 16-ാം തീയതി വൈകിട്ട് 4:30-നാണ് തൈക്കൂടം ഓവർ ബ്രിഡ്ജിന് സമീപം പ്രതി വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വെച്ച് അറസ്റ്റിലായത്. MDMA തൂക്കുന്നതിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസ്, പാക്ക് ചെയ്യുന്നതിനുള്ള സിപ്പ് ലോക്ക്, കവറുകൾ തുടങ്ങിയവ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എറണാകുളത്ത് ഹോട്ടൽ ബിസിനസ് നടത്തിവരുന്ന പ്രതി ഇതിന്റെ മറവിലാണ് മയക്കുമരുന്ന് കച്ചവടം നടത്തിവന്നിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷനും CPM ലോക്കൽ കമ്മിറ്റിയും സംയുക്തമായി നിലമ്പൂരിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPM ഏരിയ സെന്റർ അംഗം കക്കാടൻ റഹീം പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, സുനന്ദന, സരോജിനി, വത്സല, ഗീതാ വിജയൻ, സുമംഗല, ചന്ദ്രിക, ലോക്കൽ സെക്രട്ടറി ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ ഗവൺമെന്റ് ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് വേണ്ടി നീക്കിവെച്ച പണം വെട്ടിമാറ്റാൻ തീരുമാനിക്കുകയാണ്. കേരള സ്റ്റേറ്റ് ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ നിലമ്പൂർ താലൂക്ക് വാർഷിക ജനറൽ ബോഡി യോഗം മമ്പാട് നടന്നു. മമ്പാട് ഇവാസ് ഹാളിൽ നടന്ന യോഗം KSBA ജില്ലാ ട്രഷറർ AK ഷബീബ് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് OP നൌഷാദിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടറി P. സുബൈർ വാർഷിക റിപ്പോർട്ടും ട്രഷറർ P. മൻസൂർ വരവ് ചെലവ് കണക്കും ജില്ലാ സെക്രട്ടറി മൻസൂർ ഫൈസൽ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഈ വർഷം KSBA അംഗങ്ങളുടെ +2 SSLC വിജയം കൈവരിച്ച കുട്ടികൾക്ക് PK അബു, P. ബഷീർ എന്നിവരുടെ പേരിൽ ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡും മൊമെന്റോയും നൽകി ആദരിച്ചു. ലേഡീസ് ബ്യൂട്ടീഷ്യൻ താലൂക്ക് ഭാരവാഹികളായ P. സുഹറ, N. നൂർജഹാൻ, C. ആയിഷ, സംസ്ഥാന കമ്മിറ്റി അംഗം നാസർ ബാപ്പു, PK മുജീബ്, A. ഹരീഷ്, KM കോയ, ബ്ലോക്ക് താലൂക്ക് അംഗങ്ങളായ K. നിഷാദ്, സുലൈമാൻ കുഞ്ഞു എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ ഷൊർണൂർ റെയിൽപാതയിൽ മേലാറ്റൂർ, കുലുക്കല്ലൂർ ക്രോസിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തന സജ്ജമാകുന്നതോടുകൂടി പാതയിൽ കൂടുതൽ പാസഞ്ചർ ട്രെയിനുകൾ സർവീസ് ആരംഭിക്കുവാൻ സാധ്യത തെളിയുന്നു. നിലവിലെ ട്രെയിൻ സമയ പട്ടികയിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തുവാനും വലിയ സാധ്യതകളാണ് തെളിയുന്നത്. എന്തായാലും ക്രോസിംഗ് സ്റ്റേഷനുകളുടെ നവീകരണം പൂർത്തിയാകുന്നതോടുകൂടി
നിലമ്പൂർ ഷൊർണൂർ പാത വലിയ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് മുന്നേറുന്നത്. ഒറ്റപ്പാതയായ നിലമ്പൂർ ഷൊർണൂർ റൂട്ടിൽ നിലവിൽ വാണിയമ്പലത്തും മങ്ങാടിപ്പുറത്തും മാത്രമാണ് ക്രോസിംഗ് സൗകര്യമുള്ളത്. മേലാറ്റൂർ, കുലുക്കല്ലൂർ സ്റ്റേഷനുകൾ കൂടി പ്രവർത്തന സജ്ജമാകുന്നതോടെ ക്രോസിംഗ് സൗകര്യമുള്ള സ്റ്റേഷനുകളുടെ എണ്ണം 2 നിന്ന് 4 ഉയരും. ഇതോടെ കൂടുതൽ സർവീസുകൾ നടത്തുവാനും നിലവിലുള്ള ട്രെയിനുകളുടെ സമയം കൂടുതൽ ജനോപകാരപ്രദമായി പുനഃക്രമീകരിക്കുവാനും സാധിക്കും. ഒരു സർവീസ് വൈകിയാൽ തുടർന്നുള്ള സർവീസുകളെയും ബാധിക്കുന്ന നിലവിലെ സ്ഥിതിക്കും ഇതോടെ പരിഹാരമാകും. പുതിയ ക്രമീകരണങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലമ്പൂർ ട്രെയിനിന്റെ സമയം പുലർച്ചെ 4:20 നിന്ന് 3:50 നേരത്തെയാക്കുവാൻ സാധിക്കും. നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിന്റെ സമയം രാവിലെ 7:05 നിന്ന് 6:50 മാറ്റിയാൽ കോയമ്പത്തൂർ പാസഞ്ചർ ട്രെയിനുമായുള്ള കണക്ഷൻ യാത്രക്കാർക്ക് ലഭ്യമാകും. പാലക്കാട് നിലമ്പൂർ സർവീസിന്റെയും സമയം രാവിലെ 7:05 നിന്ന് 6:50 മാറ്റുന്നത് പ്രയോജനകരമാകും. പാലക്കാട് നിലമ്പൂർ പാലക്കാട് സർവീസുകൾ മെമു റാക്കുകളാക്കി മാറ്റുന്നത് കൂടുതൽ നിർണായകമായ മാറ്റത്തിന് വഴിയൊരുക്കും. രാവിലെ പാലക്കാട് നിന്ന് പുറപ്പെടുന്ന മെമു 8:35 നിലമ്പൂരിലെത്തിയ ശേഷം നിലവിൽ 10:05 പുറപ്പെടുന്ന സർവീസ് 9 പുറപ്പെടുന്ന രീതിയിൽ ക്രമീകരിക്കാം. അതോടൊപ്പം രാവിലെ 9:10 പുറപ്പെടുന്ന ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ ട്രെയിനിന്റെ സമയം 9 മാറ്റുന്നതും ജോലിക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ സഹായകരമാകും. വൈകിട്ട് 4:20 നിലമ്പൂരിൽ നിന്നും പുറപ്പെടുന്ന നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ ട്രെയിനിന്റെ സമയം 5 മാറ്റുന്നതും യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യമാകും. 10:30 ഷൊർണൂരിലെത്തുന്ന പാലക്കാട് നിലമ്പൂർ മെമു റാക്ക് ഉപയോഗിച്ച് രാവിലെ 11 ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1 നിലമ്പൂരിൽ നിന്ന് മടങ്ങുന്ന പുതിയ മെമു സർവീസ് ആരംഭിക്കുവാനും കഴിയും. ഈ സർവീസ് 2:30 ഷൊർണൂരിലെത്തുന്ന രീതിയിൽ ക്രമീകരിച്ച് നിലവിൽ 2:55 പുറപ്പെടുന്ന ഷൊർണൂർ കോയമ്പത്തൂർ സർവീസിന് അതേ റാക്ക് ഉപയോഗപ്പെടുത്തുവാനും സാധിക്കും. വൈകിട്ട് 6 ഷൊർണൂർ നിലമ്പൂർ സർവീസ് 5 എത്തിക്കുകയും രാത്രി 8:15 നിലമ്പൂർ ഷൊർണൂർ സർവീസ് 7 മാറ്റുകയും ചെയ്താൽ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യമാകും. അതേസമയം ഉച്ചയ്ക്ക് 2:25 കോയമ്പത്തൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് എത്തുന്ന മെമു നിലമ്പൂരിലേക്ക് നീട്ടുകയും അതേ റാക്ക് ഉപയോഗിച്ച് വൈകിട്ട് 5 നിലമ്പൂർ പാലക്കാട് സർവീസ് നടത്തുകയും ചെയ്യാം. മേലാറ്റൂർ, കുലുക്കല്ലൂർ ക്രോസിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തന സജ്ജമാകുന്നതോടെ ലഭിക്കുന്ന അധിക ക്രോസിംഗ് സൗകര്യം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി ഇത്തരം സമയമാറ്റങ്ങളും പുതിയ സർവീസുകളും നടപ്പിലാക്കിയാൽ നിലമ്പൂർ ഷൊർണൂർ പാതയിലെ യാത്രാ സൗകര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് യാത്രക്കാരുടെ പ്രതീക്ഷ. ചുങ്കത്തറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ആദ്യമായി സൺഡേ ലാബ് പ്രവർത്തനം ആരംഭിച്ചു. പൊതുജനങ്ങൾക്ക് ആശ്വാസമേകി സാമൂഹിക ചുങ്കത്തറ ആരോഗ്യ കേന്ദ്രത്തിൽ ഇനി ഞായറാഴ്ചകളിലും സേവനം ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു. ഞായറാഴ്ചകളിൽ രാവിലെ 8:30 മുതൽ 1 മണിവരെ പ്രവർത്തിക്കും. രക്തപരിശോധന, വിവിധ പരിശോധനകൾ എന്നിവ ക്ലിനിക്കിൽ ലഭ്യമാണ്. വാരാന്ത്യങ്ങളിൽ മാത്രം സമയം ലഭിക്കുന്ന ഉദ്യോഗസ്ഥർ, മുതിർന്ന പൗരന്മാർ, അടിയന്തര പരിശോധന ആവശ്യമായി വരുന്ന രോഗികൾ തുടങ്ങിയവർക്ക് ഇത് വളരെ ഉപകാരമായിരിക്കും. പരിശോധനയ്ക്കായി എത്തുന്നവർ ഡോക്ടറുടെ നിർദ്ദേശക്കുറിപ്പ് കരുതേണ്ടതാണ്. ബ്ലോക്ക് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര ഉദ്ഘാടനം നിർവഹിച്ചു. ചെയർമാൻ ജസ്മൽ പുതിയറ, ചെയർപേഴ്സൺ കവിത ജയപ്രകാശ്, ബുഷറ നിഷാദ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മി തോമസ്, ഡെയ്സി തോമസ്, ലത്തീഫ് മണിമൂളി, റോസാമ ടീച്ചർ, മാധവൻ TR, മെഡിക്കൽ ഓഫീസർ ആയിഷ സുഹാന, റഷീദ് വരിക്കോടൻ, പറമ്പിൽ ബാവ, ഷാജി ചുങ്കത്ര എന്നിവർ പങ്കെടുത്തു. ഒരിടവേളയാണ് പ്രേക്ഷകരെ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഇത് സമ്മാനങ്ങളുടെ ഓണക്കാലം. ഈ ഓണത്തിന് സന്തോഷവും സമ്മാനങ്ങളും ഇരട്ടിയാക്കാം. ഹയ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. ഓരോ അരപ്പവൻ സ്വർണ്ണാഭരണത്തോടൊപ്പം ആകർഷകമായ ഒരു സെറ്റ് സാരി ഓണ സമ്മാനമായി നേടൂ. മാത്രമല്ല, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ഉടനടി നേടാം ഗോൾഡ് കോയിൻ, നോൺ സ്റ്റിക് തവ, ഡിന്നർ സെറ്റ് തുടങ്ങിയ വിസ്മയ സമ്മാനങ്ങളും. ഈ ഓണം ആഘോഷമാക്കൂ ഹയയോടൊപ്പം. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, വടപുറം, നിലമ്പൂർ, എളങ്കൂർ. നിലമ്പൂർ ഫാസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഏതെടുത്താലും 199 രൂപ മാത്രം. ക്വാളിറ്റിയിൽ വിലക്കുറവിന്റെ വിപ്ലവം. ഇപ്പോൾ വാങ്ങിയാൽ 3 ഇരട്ടി വാങ്ങാം. വിലക്കുറവിന്റെ വിപ്ലവം ഇപ്പോൾ നിലമ്പൂരിലും.
ബിഗ് ഡ്രം 99 രൂപ മാത്രം. എക്സിക്യൂട്ടീവ് ചെയർ 179 രൂപ മാത്രം. സ്റ്റീൽ ഇന്നർ ലിഡ് കാസറോൾ 199 രൂപ മാത്രം. സ്റ്റൂൾ 79 രൂപയ്ക്ക്. ബിഗ് ഫസ്റ്റ് ക്വാളിറ്റി ബക്കറ്റ് 3 എണ്ണം 199 രൂപയ്ക്ക്. ഷൂ റാക്ക് 149 രൂപയ്ക്ക്. ക്ലീനിംഗ് മോപ്പ് 99 രൂപയ്ക്ക്. 20 ചെടിച്ചട്ടി 199 രൂപയ്ക്ക്. വെജിറ്റബിൾ സ്റ്റാൻഡ് 149 രൂപയ്ക്ക്. 10 ഫൈബർ പ്ലേറ്റ്സ് 99 രൂപയ്ക്ക്. ക്രോക്സ് മോഡൽ ആൻഡ് ഫ്ലിപ്പ് വിപ്ലവം 99 രൂപയ്ക്ക്. മെൻസ്, ലേഡീസ്, കിഡ്സ് ബ്രാൻഡഡ് സർപ്ലസ് ഫുട്വിയേഴ്സ്. കൂടാതെ വസ്ത്രങ്ങളുടെ വലിയ കളക്ഷൻസ് 49, 99, 149, 199 എന്നീ വിപ്ലവ വിലക്കുറവിൽ. ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഏതെടുത്താലും 199 രൂപ മാത്രം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. 5000 വിജയികളുമായി പിട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ. നേടാം 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC-കൾ, TV-കൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, സ്വർണ്ണവെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ. മാത്രമല്ല 10000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് സ്കീം, ലോവസ്റ്റ് EMI, 000 സ്കീം, 1 EMI ഫ്രീ, 2 EMI ഫ്രീ സ്കീംസ്, ഫിക്സഡ് EMI സ്കീംസ്, ലോങ് ടെന്യൂർ EMI സ്കീം, കൂടാതെ ആകർഷകമായ സമ്മാനങ്ങളും ഫിനാൻസ് ഓഫറുകളും. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. ആതുര സേവന രംഗത്ത് 4 പതിറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യമുള്ള നിലമ്പൂരിന്റെ സ്വന്തം ഏലംകുളം ഹോസ്പിറ്റൽ. ഗൈനക്കോളജി ആൻഡ് പീഡിയാട്രിക്സ്. 24 മണിക്കൂറും സുഖപ്രസവത്തിനും സിസേറിയനും സൗകര്യം. കുരുന്നുകൾക്ക് കരുതൽ നൽകാൻ പീഡിയാട്രിഷ്യൻ സേവനവും ലഭ്യമാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി, ഓർത്തോപീഡിക്സ്, ഫ്രാക്ചറുകൾക്കും ആർത്രോസ്കോപ്പിക്, നീ റീപ്ലേസ്മെന്റ്, ലിഗ്മെന്റ് ടിയർ റിപ്പയർ സർജറികൾക്കും വിദഗ്ധ ചികിത്സ. ENT ആൻഡ് ഡെന്റൽ, മെഡിസിൻ ആൻഡ് സർജറി, കീഹോൾ, ഓപ്പൺ സർജറികളിലൂടെ അപ്പൻഡിക്സ്, ഹെർണിയ, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ, ബ്രസ്റ്റ്, കൊളോറെക്ടൽ തുടങ്ങിയ എല്ലാവിധ സർജറികൾക്കും വിദഗ്ധ ചികിത്സ. ഏലംകുളം ഹോസ്പിറ്റൽ, ജില്ലാ ഹോസ്പിറ്റൽ റോഡ്, നിലമ്പൂർ. ബുക്കിംഗിനായി 9633 868643. ആഘോഷം
അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. നിങ്ങളുടെ പ്രഭാതത്തെ കൂടുതൽ രുചികരവും ആരോഗ്യകരവുമാക്കാൻ രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. 100% ഗുണമേന്മ ഉറപ്പാക്കി പ്രത്യേകം തെരഞ്ഞെടുത്ത അരിയുഴുന്ന്, ഉലുവ എന്നിവ ചേർത്ത് ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിച്ച് ഹൈജീനിക് പ്ലാന്റിൽ തയ്യാറാക്കിയതാണ് രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. ഇനി പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മൊരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. വാർത്തകൾ തുടരുകയാണ് പ്രേക്ഷകരെ. വേൾഡ് മലയാളി ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ കുറ്റിയിൽ ആശ്രയ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കൊപ്പം ഓണം ആഘോഷിച്ചു. പരിപാടി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആലിപ്പറ്റ ജമീല ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി തന്നെ ഞാൻ വേൾഡ് മലയാളി ഫെഡറേഷൻ എന്ന സംഘടനയും അതിൻ്റെ ഭാരവാഹികളെയും എല്ലാവിധ അഭിനന്ദനവും സന്തോഷവും അറിയിക്കുകയാണ്. കാരണം ഇപ്പോൾ ഓണം ആഘോഷമായ ഈ സമയത്ത് എല്ലാ സംഘടനകളും അതുപോലെ തന്നെ എല്ലാ സ്കൂളുകളിലും മറ്റ് വ്യത്യസ്ത മേഖലയിലും ഒക്കെ നമ്മൾ ഓണാഘോഷ പരിപാടികൾ കാണുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ആശ്രയ സ്കൂളിൽ വണ്ടൂരിൽ ഇതുപോലെ ഒരു ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമുക്കറിയാം, പ്രത്യേക പരിഗണന അറിയിക്കുന്ന നമ്മുടെ കുട്ടികളുടെ സ്കൂൾ, അവിടെ തന്നെ നമുക്ക് ഈ ഒരു ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ഇത് നമുക്കറിയാം, ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെയോ മാത്രം പ്രശ്നമോ അല്ലെങ്കിൽ അവരുടെ ബാധ്യതയോ ഒന്നുമല്ല, ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്. ഇതുപോലെയുള്ള സ്കൂളുകളും സ്ഥാപനങ്ങളും ഒക്കെ തന്നെ അവരെ കൈപിടിച്ചുയർത്തി അവരെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. ചടങ്ങിൽ WMF മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹസീന ആര്യടൻ അധ്യക്ഷത വഹിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി നൂപുര നൃത്തകലാ വിദ്യാലയം അധ്യാപകൻ കലാക്ഷേത്രം കുഞ്ഞു മുഹമ്മദ് അവതരിപ്പിച്ച കുച്ചിപ്പുടി ശ്രദ്ധേയമായി. ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി PT സിദ്ദീഖ്, ആശ്രയ സ്കൂൾ ചെയർമാൻ KT മുഹമ്മദ് മാസ്റ്റർ, സംസ്ഥാന ജോയിന്റ് ട്രഷറർ KT അബ്ദുള്ളക്കുട്ടി, നാഷണൽ കോർഡിനേറ്റർ ഫൈസൽ ഉൽപ്പില, ജില്ലാ ട്രഷറർ അൻവർ കല്ലിങ്ങൽ, WMF റിയാദ് ചാപ്റ്റർ സെക്രട്ടറി PP റിയാസ്, ആശ്രയ സെക്രട്ടറി അബ്ബാസ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ഓണക്കാലത്ത് പൂക്കളുടെ ആവശ്യകത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രാദേശികമായി പൂക്കൾ ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ചെണ്ടുമല്ലി കൃഷിയുമായി വണ്ടൂരിലെ കുടുംബശ്രീ കൂട്ടായ്മ. പഴയ വാണിയമ്പലം കൈരളി കുടുംബശ്രീ NHG കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് അമ്പലപ്പടി അംബേദ്കർ കോളേജിന് സമീപം 2.5 ഏക്കർ സ്ഥലത്ത് വിശാലമായ ചെണ്ടുമല്ലിത്തോട്ടം ക്രമീകരിച്ചിരിക്കുന്നത്. വണ്ടൂർ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ 21ാം വാർഡിലെ കൈരളി കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് ഈ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചിട്ടുള്ളത്. ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ ഇവിടെ വിൽപ്പനയുണ്ട്, പ്രദർശനമുണ്ട്. വിവിധ നിറങ്ങളിലുള്ള ചെണ്ടുമല്ലി ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഓണവിപണി ലക്ഷ്യമിട്ട് ആരംഭിച്ച കൃഷിയുടെ പരിപാലനവും വിളവെടുപ്പുമെല്ലാം കുടുംബശ്രീ അംഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് നടക്കുന്നത്. കൃഷിക്ക് ആവശ്യമായ പരിശീലനവും സാങ്കേതിക സഹായവും ലഭിച്ചതോടെ ചെടികൾ മികച്ച രീതിയിൽ വളരുന്നുണ്ട്. ഓണക്കാലത്ത് വിളവെടുക്കുന്ന പൂക്കൾ പ്രാദേശിക വിപണിയിൽ എത്തിക്കുന്നതിലൂടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് അധിക വരുമാനം നേടുവാനും സാധിക്കും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പൂക്കളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനോടൊപ്പം നാട്ടിൽ തന്നെ പൂക്കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. പഴയ വാണിയമ്പലം കൈരളി കുടുംബശ്രീ NHG കൂട്ടായ്മയിലെ PP ഷാനിയ, K ഫൗസിയ, P റിസ്വി എന്നിവരുടെ നേതൃത്വത്തിലാണ്
പൂക്കൃഷിക്ക് തുടക്കമിട്ടത്. പൂക്കളോടൊപ്പം സമീപത്ത് ഒരുക്കിയിരുന്ന പുരാവസ്തു പ്രദർശനവും സന്ദർശകർക്ക് ആകർഷണമായി. ഇതര സംസ്ഥാനങ്ങളിലെ പൂക്കാഴ്ചകൾ തേടി പോകുന്നവർക്ക് ഇത്തവണ വണ്ടൂരിലും മനോഹരമായ ചെണ്ടുമല്ലിത്തോട്ടം കാണുവാനും ഫോട്ടോയും റീൽസും പകർത്തുവാനും അവസരമുണ്ട്. ചെണ്ടുമല്ലിത്തോട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ടി. ഷംസുദ്ദീൻ നാടിനായി തുറന്നുകൊടുത്തു. CDS പ്രസിഡന്റ് M. അൻഷിതയുടെ നേതൃത്വത്തിലുള്ള സംഘം തോട്ടം സന്ദർശിക്കുകയും ചെയ്തു. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ചെണ്ടുമല്ലിത്തോട്ടം വണ്ടൂരിന്റെ ഓണ ആഘോഷങ്ങൾക്ക് കൂടുതൽ നിറവും നാട്ടുകാർക്ക് പുതിയ കാഴ്ച അനുഭവം സമ്മാനിക്കുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ വണ്ടൂര് അംബേദ്കർ കോളേജിന്റെ സമീപത്ത് തന്നെയാണ് ഇതുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് വന്ന് കാണണം. നമ്മുടെ കുടുംബശ്രീ സംരംഭത്തെ നല്ലൊരു രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും വന്നുങ്ങാണ്ട് ഇതിന് കാഴ്ചക്കാരൊക്കെ കൊണ്ട് എല്ലാവരോടും ഈ വിവരം പറഞ്ഞിട്ട് എല്ലാവരും കൊണ്ടുവരണം. നൂറ് പ്രകാശ വർഷങ്ങൾ എന്ന പ്രമേയത്തിൽ മലപ്പുറത്ത് നടത്തുന്ന സെന്റിനറി കോൺഫറൻസിന്റെ മുന്നോടിയായി വണ്ടൂർ സോൺ സെന്റിനറി കോൺക്ലേവ് നടത്തി. അൽ ഫുർഖാൻ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടിയിൽ നിരവധി നേതാക്കൾ പ്രമുഖർ പങ്കെടുത്തു. സമസ്തയുടെ നേതൃത്വത്തിലാണ് സെന്റിനറി കോൺക്ലേവ് നടത്തിയത്. ഒരു മനുഷ്യന്റെ വീട് ദുനിയാവിലെല്ലാവർക്കും വീടുണ്ടാവണം എന്നില്ല. നമുക്ക് ഉമ്മാന്റെ ഗർഭപാത്രം ഒരു വീടായിരുന്നു, അതിലിപ്പോ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷെ അവിടെ നിന്ന് പോന്നതിന് ശേഷം എല്ലാവർക്കും വീടുണ്ടാവില്ല. ചിലർക്ക് ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ വീടില്ലാതെ വാടകയ്ക്ക് താമസിക്കുന്നവരായിരിക്കും. ചിലർക്ക് വാടകയ്ക്കും ഉണ്ടാവില്ല, മറ്റെവിടെയെങ്കിലും ആയിരിക്കും. അങ്ങനെ ലോകത്ത് വ്യത്യസ്ത ആളുകളുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒരു വീട് വരാനിരിക്കുന്നുണ്ട്. അത് ഭൂമിയിൽ ഒരു 6 അടി സ്ഥലം അല്ലെങ്കിൽ വലിയൊരു സ്ഥലം, അവിടെ നമ്മൾ കാലാകാലം പാർക്കൽ നിർബന്ധമാണ്. അപ്പൊ നമ്മുടെ വീട് യഥാർത്ഥ വീട് എന്ന് പറയുന്ന ആ വീടാണ്. ബാക്കി നമുക്ക് കിട്ടിയതൊക്കെ താൽക്കാലികമാണ്. സന്തോഷിക്കാൻ ഒരു വകുപ്പുമില്ല. വണ്ടൂരിലെ ജനങ്ങളെ എനിക്ക് 1 ലക്ഷം രൂപ തന്ന് എന്നോട് KP മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം, വണ്ടൂർ അബ്ദുറഹിമാൻ ഫൈസി, അബ്ദുൽ അസീസ് ഫൈസി ചെറുവാടി, ഡോക്ടർ ഉമറുൽ ഫാറൂഖ് സഖാഫി കോട്ടുമല, CM ജാഫർ അലി, മുഹമ്മദ് പറവൂർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ ബഷീർ സഖാഫി, ലത്തീഫ് സഖാഫി, മുഹമ്മദ് ഹാജി, ഷറഫുദ്ദീൻ മാളിയേക്കൽ, അബ്ദുറഹിമാൻ സഖാഫി വാണിയമ്പലം, ഹൈദർ വള്ളിക്കാപ്പറമ്പ്, ഹസൈനാർ ഭാഖഫി, ഷംസുദ്ദീൻ അഞ്ചച്ചവടി, ജാഫർ പത്തിരിയാൽ, ഫായി സഖാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. വണ്ടൂർ സോണിന് കീഴിലെ എല്ലാ ഘടകങ്ങളുടെയും എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, യൂണിറ്റ് കർമ്മസമിതി അംഗങ്ങൾ, ഭാരവാഹികൾ എന്നിവർ പ്രതിനിധികളായി കോൺക്ലേവിൽ പങ്കെടുത്തു. നിലമ്പൂർ ശോഭിക വെഡ്ഡിംഗ്സിൽ സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ധീര ദേശാഭിമാനികളെ അനുസ്മരിച്ചുകൊണ്ട് ജീവനക്കാരുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളാണ് ശോഭിക വെഡ്ഡിംഗ്സിൽ ഒരുക്കിയത്. ചടങ്ങിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് രതീഷ് മുഖ്യാതിഥിയായി പങ്കെടുത്ത് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്റ്റോർ മാനേജർ ഷാക്കിർ സ്വാഗതം പറഞ്ഞു. HR എക്സിക്യൂട്ടീവുമാരായ ഷാഹിനു, ഷിഖ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ജീവനക്കാർക്കായി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. ജീവനക്കാരുടെ സജീവ പങ്കാളിത്തത്തോടെ നടന്ന ക്വിസ് മത്സരം വിജ്ഞാനവും ദേശസ്നേഹവും വളർത്തുന്നതിന് സഹായകമായി. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിൽ ഓരോ പൗരനും വഹിക്കേണ്ട ഉത്തരവാദിത്തത്തെക്കുറിച്ചും ചടങ്ങിൽ സംസാരിച്ചു. ജീവനക്കാരുടെ സജീവ പങ്കാളിത്തത്തോടെ നടന്ന ആഘോഷം ദേശസ്നേഹവും ഐക്യബോധവും ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു. നോക്കാം പ്രേക്ഷകരെ, പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതി. ജില്ലയിലെ പ്രവർത്തനങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ ആസൂത്രണ ഭവൻ കോൺഫറൻസ് ഹാളിൽ അവലോകനം ചെയ്തു. പുതുയുഗ കേരളത്തിനായി ആവിഷ്കരിച്ച 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. 50 വകുപ്പുകളിലായി 602 പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കുന്നുവെന്ന ആരോപണം. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷനും CPM ലോക്കൽ കമ്മിറ്റിയും സംയുക്തമായി നിലമ്പൂരിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. ഏരിയ സെന്റർ അംഗം കക്കാടൻ റഹീം ഉദ്ഘാടനം ചെയ്തു. മേലാറ്റൂർ കുലുക്കല്ലൂർ ക്രോസിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തന സജ്ജമാകുന്നതോടെ
നിലമ്പൂർ ഷൊർണൂർ റെയിൽ പാതയിൽ കൂടുതൽ പാസഞ്ചർ ട്രെയിനുകൾ സർവീസുകൾ ആരംഭിക്കുവാൻ സാധ്യത. നിലവിലെ സർവീസുകളിൽ സമയക്രമങ്ങൾ മാറ്റം വരുത്തിയാൽ കൂടുതൽ സൗകര്യപ്രദമാകുമെന്നും വിലയിരുത്തൽ. ഓണക്കാലത്തെ വരവേറ്റ പൂക്കൃഷി. വണ്ടൂരിലാണ് കുടുംബശ്രീ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി ഒരുക്കുന്നത്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. പ്രേക്ഷകരെ, വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ഈ ഓണം ആഘോഷമാക്കൂ ഹൈയോടൊപ്പം. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, വടപുറം, നിലമ്പൂർ, എളങ്കൂർ. അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫെസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. 5000 വിജയികളുമായി പിട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. ആതുര സേവന രംഗത്ത് 4 പതിറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യമുള്ള നിലമ്പൂരിന്റെ സ്വന്തം ഏലംകുളം ഹോസ്പിറ്റൽ, ജില്ലാ ഹോസ്പിറ്റൽ റോഡ്, നിലമ്പൂർ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മുരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്.